ഞാൻ സൗണ്ട് ടെസ്റ്റ് ചെയ്യട്ടെ. ഹലോ ഇത് എങ്ങനെയാ കളിയെന്നറിയോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അച്ഛന്മാരുടെ ഓരോ കോലത്തിലുണ്ടാവുക. ബാക്കിൽ നിൽക്കുന്നത്. ഹലോ ഹലോ. ആ ഓൾ ഗുഡ്. ഓ ക്ലിയർ കേട്ടാ, സെറ്റ്. അണ്ണാ ഇൻഫെക്റ്റഡ് പുഷ് ടോക്ക് ആക്കിയടാ. പുഷ് ടോക്ക് ആക്കിയടാ. പുഷ് ടോക്ക് കാണണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞ കേക്കോ? അല്ലല്ലോ എടാ വലിയ മോനെ, ഞാൻ പറഞ്ഞ കേക്കോടാ മൂഞ്ച ഇല്ല കണ്ട. അല്ല അണ്ണാ, ഇത് പ്രേതമാണോ കളി? ഇത് എമംഗസ് അല്ലേ? എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പ്രേതക്കളിയാണോ ഇത്? അല്ല പ്രേതമൊന്നല്ല, ഇത് ചുമ്മാ ഫീൽ ഗുഡ് ജസ്റ്റ് ജോയുടെ പടം പോലെയാ. ഇതെന്ത് ഇവിടെ മേടിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ. ചന്ദ്ര, ഇതെന്ത് പറയാലോ? ഞാന് ഹാൻസ് വാസ് എക്സിക്യൂട്ടഡ്. ഹാൻസാ ചന്ദ്രനെ കൊന്നളഞ്ഞ്. ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യേ. ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒരു മിനിറ്റ്. ഇത് കോച്ച് റിയൽ ലൈഫിലെ സെയിം. ഗെയിമിനകത്താണോ സംസാരിക്കണ്ടേ, ഇവിടെയാണോ സംസാരിക്കണ്ടേ? ഫൈൻ പാർട്ടി കോഡ് അടിച്ചു കൊടുത്തതാണ്. ഹലോ 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 ഹലോ. എന്റെ കോഡല്ലേ? കോഡെന്താന്ന് മന്ദാരം? ഞാൻ സൗണ്ട് ടെസ്റ്റ് ചെയ്യട്ടെ. ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓൾ ഗുഡ് അല്ലേ? എല്ലാവർക്കും കേൾക്കാലോ? ഓക്കെ താങ്ക് യു. സെറ്റ്. ഓക്കെ 3D headphones off. Push to talk. Push to talk in a button. Welcome, subjects, to the ritual of deceit. A deadly game of deduction. ഞാൻ ലൈവാണ്, ഇനി ഞാൻ ഇവിടെ ലൈവിട്ടായിരുന്ന. ഞാനൊരു കാര്യം പറയട്ടെ. ഇതിലേ ഇത് എങ്ങനെയാ കളിയെന്നറിയോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അതൊക്കെ പറയുന്നത് അതാണ് പറയാൻ പോകുന്നത്. ആ ഓക്കെ കളി എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. പുഷ് ടോക്കിന്റെ ബട്ടൺ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? കൺട്രോൾസ് സെറ്റിംഗ്സ് മൗസ് ആൻഡ് കീബോർഡ് ഏറ്റവും താഴെ ഉണ്ടാവും. പുഷ് ടോക്ക് എനിക്ക് ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം. ഈ ക്യാരക്ടർ അപ്പം ഹലോ ഇപ്പൊ കളി പറഞ്ഞോളൂ നമ്മള്. അണ്ണ ഇതില് റോൾസ് കണ്ട മേളില്? മേലെ റോൾസ് റോൾസ് കണ്ട? റോൾസ് അതില് ഓരോ റോൾ ഉണ്ട് കണ്ട? എന്താണ് കേഴ്സ്ഡ്? അല്ലാണ്ട് ഇന്നസെന്റ് റോൾസ് ഇന്നസെന്റ് റോൾസ് ഉണ്ട്. ഇതാണ് ഇന്നസെന്റ് റോൾസ്. അത് വായിച്ചു എല്ലാം ഓരോന്നിനും ഓരോ ഇതാ. ഇതൊക്കെ എടുക്കണം നമ്മള്. അതായത് ഞാൻ ഒരു സിമ്പിൾ സംഭവം പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാല് നമ്മളൊരു പ്രേതം മറ്റേ ഈ ഒരു ലാബ് ടെസ്റ്റിംഗ് എന്താ പറയാ, ടെസ്റ്റിംഗ് ഇതുപോലത്തെ ആൾക്കാരാണ് നമ്മള്. അപ്പൊ നമ്മളൊരു വീട്ടിൽ പെട്ടേക്കുവാണ്. അപ്പം അതില് നമ്മുടെ അമംഗസ് പോലെ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോ 1 or 2 മറ്റേ സോംബി പോലത്തെ ആൾക്കാരുണ്ടാവും. അപ്പം അവര് സാധാരണ ഉള്ളപ്പോ നമ്മളെ മനുഷ്യന്മാരെ പോലെ ആയിരിക്കും. രാത്രി ഒരു ടൈം ആകുമ്പോ ഇവര് സോംബീസ് ആയിട്ട് നമ്മളെ പിടിക്കാൻ വരും. അപ്പൊ ഇവരെ എന്ന് രക്ഷപ്പെടണം. പക്ഷെ അതിനു മുന്നേ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പുറത്തേക്ക് കണ്ണൊക്കെ ഉണ്ട്, പക്ഷെ വെറുതെ വെടിവെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു രസം പോകും. നമുക്ക് കണ്ടുപിടിക്കാനോ ട്രാക്കർ ഒക്കെ ഉണ്ട്, ഉള്ളിൽ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുമ്പസരിക്കാനൊക്കെ പറ്റും ഉള്ളിൽ, അത് കണ്ടുപിടിക്കാം. പിന്നെ ഈ പറയണതാണ് മൊത്തം റോൾസ് കണ്ട. അതിൽ ഓരോ റോൾസിനും ഓരോ ഇതുണ്ട്. ഹ്യൂമൻ ഓരോ റോളിന് ഹ്യൂമൻ ഉണ്ട്. ഹ്യൂമൻ എന്താ പ്രത്യേകത? ഹ്യൂമൻ ഇന്നസെന്റ് ഇത് ഗാർഡിയൻ എന്താ? ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ അണ്ണന് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഓരോ റൗണ്ടില്. അത് ഗാർഡിയൻ അയാൾക്ക് ഡെത്ത് മാർക്ക് എന്താ? ഡെത്ത് മാർക്ക്
നെറ്റ് മാർക്ക് എന്ന് പറയുന്നത് അണ്ണന് ഇപ്പൊ ഒരാള് സംശയം ഉണ്ടെന്ന് വിചാരിച്ചു. അണ്ണനാണ് നെറ്റ് മാർക്ക്. അണ്ണന് ഒരാളുടെ സംശയം ഉണ്ടെങ്കിൽ ഒരാളെ മാർക്ക് ചെയ്യാം അവനെ. എങ്ങനെ അവന് ഇൻഫെക്റ്റഡ് അല്ല, അവനെ മറ്റേ ഇൻഫെക്റ്റഡ് ആയ ആള് കൊന്നു കഴിഞ്ഞാൽ അണ്ണന് ചാവും. നേരെ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അണ്ണന് കാണുകയും ചെയ്യും. അതൊന്നും അറിഞ്ഞോട്ടെ, അതൊക്കെ ഇപ്പൊ വന്നിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യോ? വെച്ചാല് നമ്മള് അമംഗസ് കളിക്കുമ്പോ ചില സ്ഥലങ്ങൾ ഇത് അണ്ണ അടിയിൽ രണ്ട് വേറെ റോൾസ് ഉണ്ട്, ഇൻഫെക്റ്റഡ്. അതിന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ 3 പേരെ അല്ലെ 2 പേരായിരിക്കും ഇൻഫെക്റ്റഡ്. അവർക്ക് തമ്മി സംസാരിക്കാൻ പറ്റും. അവർക്ക് വേറെ നമ്മുടെ കൂടെ സംസാരിക്കാം. ഞാനിപ്പോ എക്സാമ്പിൾ ഇൻഫെക്റ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഇൻഫെക്റ്റഡ് അല്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. പറ്റും. അങ്ങനെ പറ്റും. ഇൻഫെക്റ്റഡ് ആയവര് തമ്മിൽ സംസാരിക്കാൻ പറ്റും. 2 പുഷ് ടോക്ക് ഉണ്ട്. അപ്പൊ ഒരുപോലെ ഇരിക്കുവോ? അപ്പിയറൻസിൽ ഒരേപോലെ ഇരിക്കും. ഒരേപോലെ ഉണ്ടാവും. അതായത് ഓരോ മനുഷ്യന്മാരുടെ ഓരോ കോലത്തിലുണ്ടാവുക. ഇതെങ്ങനെ ജോയിൻ ചെയ്തേ? ചുമ്മാ പറഞ്ഞ അമംഗസ് പോലെ ഫൈൻ പാർട്ടിയാണോ? ഫൈൻ പാർട്ടിയാണോ? അമംഗസിന്റെ കുറച്ചും കൂടി കിടിലം വേഷം. കോഡ് പറഞ്ഞേ. കോഡ് അടിയാ മറ്റേതിലുണ്ട് ചാറ്റിൽ. ഇത് ക്യാരക്ടർ ചേഞ്ച് എങ്ങനെ മുടിയൊക്കെ? കളക്ഷൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഏത് ഗ്യാങ് ചാറ്റിലാണോ? അല്ലല്ല, ഈ വിസിയുടെ ചാറ്റ്. ഈഗിളിന്റെ വിസി അല്ല ബ്രോ, ഈഗിളിന്റെ വിസിലാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഇന്നസെന്റ് അല്ലാണ്ട് വേറൊരു റോളും കൂടി ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇന്നസെന്റ് അല്ലാണ്ട് വേറൊരു റോളും കൂടി ഉണ്ട്. മിമിക് എന്ന് പറയും. ഈ മിമിക് ആണെങ്കിൽ ഇപ്പൊ അണ്ണൻ മിമിക്കാന്ന് വിചാരിക്കും. അണ്ണന് വേണമെങ്കിൽ ഇന്നസെന്റിന്റെ കൂടെ തന്നെ നിക്കാം. അല്ലെങ്കിൽ അണ്ണനും സോംബി ആയിട്ട് മാറിയിട്ട് ഇന്നസെൻസിനെ പിടിക്കാൻ പോവാം. അതാണ് മിമിക്കിന്റെ പവർ. ബാക്കിൽ നിൽക്കുന്നത് ഓക്കേ ഗയ്സ്. ഗഡി സ്നൈപ്പ് 1 2 3 4 5 6 8 വരെ ഫുള്ളായി ഇല്ലല്ലോ. ഒരാൾക്കും കൂടെ വരാം. ഞാൻ നിന്റെ പേരെന്താ? അണ്ണ ഇതിലിപ്പോ ഇൻഫെക്റ്റഡ് ആണ്, അവനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഇങ്ങനെ വെടിവെച്ച് അതില് ഗണ്ണുണ്ട്. വെടിവെച്ച് വന്നതിന് ഇച്ചിരി ശോകമായിരിക്കും. നമുക്ക് അതില് ചെക്ക് ചെയ്യണ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സ്ട്രീം സ്നൈപ്പ് ചെയ്യല്ലേടാ? ഭയങ്കര ബെതാവൂടാ സ്ട്രീം സ്നൈപ്പ് ചെയ്യല്ലേ? നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇതിപ്പോ ഫുൾ ആയിട്ടാ നിന്റെ ഡൗൺലോഡ് ആയാ? ഇതിപ്പോ ക്യാരക്ടർ ചേഞ്ച് ആക്ക്. ഇനി ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എനിക്ക്? കളക്ഷനിൽ പോയിട്ട് ഫേവറേറ്റ് ചെയ്താ കളക്ഷൻഷിപ്പ് പോയിട്ട് ഏത് ക്യാരക്ടർ ആണെന്ന് വേണ്ട അതിനെ ഫേവറേറ്റ് ഐറ്റംസ് സബ്ജക്ട് ടെറർ ഏതാ എടുക്കണ്ടേ? സബ്ജക്ട് ആണ് നമ്മൾ. അണ്ണ എല്ലാരും ഒന്ന് പുഷ് ടോക്ക് സെറ്റ് ചെയ്യണേ. ഡിഫോൾട്ട് ബട്ടൺ ഏതാടാ? മറ്റേ അണ്ണ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് സെറ്റ് ചെയ്തല്ല. എല്ലാരും ഒന്ന് ഡിസ്കോഡ് മ്യൂട്ട് ചെയ്തിട്ട് ഇൻ ഗെയിമിൽ സംസാരിച്ചേ. അതെങ്ങനെ പുഷ് ടോക്ക് എങ്ങനെ ഇത് ചെയ്യാൻ? ഒരു മിനിറ്റ്. ഹലോ കേക്കാമോ? ഹലോ കേക്കാവടാ? കേക്കാം. ഞാൻ പറയുന്ന കേക്കാവോ? കേക്കാം. സ്നൈപ്പർ സംസാരിച്ചേ. ഹലോ ഓൾ ഗുഡ്. ക്ലിയർ കേട്ടാ, സെറ്റ്. ഇതൊന്നല്ല രാത്രി ആവട്ടെ. രാത്രി ആകുമ്പോ നീ കടിക്കോ? രാത്രി നീന്റെ അങ്ങ് കൊണ്ടാക്കി കളയോ നീ എന്നെ? പിന്നല്ലാതെ അണ്ണാ ഇൻഫെക്റ്റഡ് പുഷ് ടോക്ക് ആക്കി. പുഷ് ടോക്ക് ആക്കിയടാ. പുഷ് ടോക്ക് കാണണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞ കേക്കോ? അല്ലല്ലോ എടാ വില്ലുമോനെ, ഞാൻ പറഞ്ഞ കേക്കോടാ മൂഞ്ചാ. ഇല്ല കണ്ട വില്ലുമോനെ? എടാ മോനെ കേക്കോ ഞാൻ പറഞ്ഞേ? കണ്ടോ? ഈസി. ഇല്ലല്ലോ ഒന്നുമില്ല. കളക്ഷൻ സബ്ജക്ട് ഇതെങ്ങനെ എക്വിപ്പ് ചെയ്യുന്നേ? സ്റ്റോർ പൈസ കൊടുത്ത് മേടിക്കേണ്ട പരിപാടി ഇല്ലല്ലോ. വന്നില്ലല്ലേ? അല്ലല്ലോ. ഹലോ ഞാൻ പറയുന്നത് കേക്കുതാ? ഹലോ ഓൾ ഗുഡ്. 2 പുഷ് ടോക്ക് ഉണ്ടോ? കോച്ചിനെ എന്നെ പിടിക്കല്ലോ. നോക്കട്ടെ സെറ്റിംഗ്സ്. പുഷ് ടോക്ക് ഇൻഫെക്റ്റഡ്. എല്ലാരും റെഡി അടിച്ചോ. സെറ്റ് റെഡി. റെഡി കൊടുത്തിട്ടില്ല. ചന്ദ്രന്റെ സൗണ്ട് ഇല്ലേ? ചന്ദ്രൻ കൊടുത്തില്ല.
ചന്ദ്ര സെറ്റിംഗ്സ് പോയിട്ട് പുഷ്ടൊക്കെ ഉണക്ക്. ഇതെങ്ങനെ റെഡി കൊടുക്കുന്നത് എങ്ങനെയാ? റെഡി ആ റെഡിയാ. ചന്ദ്രൻ ഇല്ലേ? ചന്ദ്രൻ ചത്തോ? ആണോ? സൗണ്ട് ഇല്ല, കാറ്റ് മാത്രമുള്ള. ആരടാ? അല്ല ചന്ദ്രന്റെ. ഒരു കാറ്റും ഇല്ല. അത് ബാലന്റെ ബാലനോടെ കാത്ത്. അല്ല ചന്ദ്രൻ സംസാരിച്ചു കേട്ടോ, എനിക്ക് കേട്ടില്ല. മൈക്ക് മാറി എടുക്കായിരുന്നു. ഹലോ എല്ലാരും റെഡി കൊടുക്കട്ടെ. ഹലോ 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 കേക്കോ? ചന്ദ്രൻ സംസാരിച്ചേ? ചന്ദ്രന്റെ എന്തോ സീനുണ്ട്. ഇല്ല ചന്ദ്രൻ മൈക്ക് മാറി കിടക്കാണ്. എടാ അതെല്ലാവർക്കും ഒന്ന് പറഞ്ഞു വിടറാ. ഇൻഫെക്റ്റഡിനെയും മറ്റേതിനും രണ്ടിനും ഇൻഫെക്റ്റഡ് ഇൻഫെക്റ്റഡിന് വേറെ പൈനാണ് സംസാരിക്കുന്നത്. നല്ലോണം എന്റർടൈൻ ആയ ഗെയിമാണ്. അതെങ്ങനെ? അത് തൊട്ട് താഴെ തന്നെ ഉണ്ട്. നമ്മൾ പുഷ് ടോക്ക് ശരിയാക്കുമ്പോ അതിന്റെ തൊട്ട് ചന്ദ്ര കേക്കാം. തൊട്ട് താഴെ തന്നെ ഉണ്ട്. നൈപ്പൊക്കെ പ്രോയാന്ന് തോന്നട്ടെ. ആരോ പോയി. മോബിയോ ജുഗ്രു ആരോ പോയി. ജുഗ്രുവിന്റെ അടുത്ത് കയറാം. ആരെയും അണ്ണ ഇന്ന് ഡ്രസ് മാറ്റാൻ എങ്ങനെ? ഡ്രസ് മാറ്റാൻ ഏതൊക്കെയാണ് ഇത്? കളക്ഷൻ അന്ന് ഇപ്പൊ കേൾക്കണ സബ്ജക്ട് സബ്ജക്റ്റില് അതിൽ ഓരോ ക്യാരക്ടർ നെക്കിട്ട് സ്കിൻസ് നോക്കാം. അല്ല അണ്ണ ഇത് പ്രേതമാണോ കളി? ഇത് എമംഗസ് അല്ലേ? ലോക്കാണല്ല അൺലോക്ക് എങ്ങനെ? പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് പ്രേതക്കളിയാണോ ഇത്? അല്ല പ്രേതമൊന്നുമല്ല. ഇത് ചുമ്മാ ഫീൽ ഗുഡ് ജസ്റ്റ് ജോയുടെ പടം പോലെയാ. ഇതിലും കൂടുതൽ എങ്ങനെ ചെറുതാക്കുന്ന? ക്യാം ചെറുതാക്കണോ കൈസ്? ഇനിയും പ്രാതൊന്നും ഇല്ല എന്നാ കൂടെ നമ്മളില്ല. പ്രേതം വന്നത് ചവിട്ടി അടിച്ച് താഴെ ഇടുഞ്ഞു. ഇവനോടെ നാട്ടുപുറത്തുകാരനോടെ ഒരാൾക്കും കൂടി സ്ലോട്ട് ഉണ്ട്. ജുഗ്രോടെ മോബിയോടെ വരുക. വാസണ്ണൻ എന്ത് ഗെയിമാന്ന് വിചാരിച്ചാണ് വന്നത്? ഇത് അങ്ങനെ തന്നെ ചെറിയൊരു ഇത്. അത് തന്നെ ഇടയ്ക്ക് വെച്ച് പേടിക്കാനൊന്നും ഇല്ല അണ്ണാ. പേടിക്കാനായിട്ടൊന്നും ഇല്ല. നമ്മളെത്ര കണ്ടേക്കുന്നു. തുടങ്ങാ പേടിയാവണേ എന്റെ പറയില്ല. ഇവ വന്നില്ല. ജുഗ്രു മോബിയാ. ജുഗ്റും കൂടെ വരട്ടെ. സ്നൈപ്പ് ഫുൾ ജോക്കർ സെറ്റപ്പ് തള്ള ഫുൾ സെറ്റപ്പിൽ അവനല്ലേ ഇരിക്കുന്നു. കിട്ടിയതാ ഫ്രീ ആയിട്ട്. നിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഇനി മണ്ടം തന്നെ നീ അത് പറഞ്ഞപ്പോഴാ ചുമ്മാ ഇരിക്കണ്ടായിരുന്നു. അവൻ അഭിനയ കുലപതി. ക്യാം ലെഫ്റ്റ് ടോപ്പ് വെക്കുന്നോ? അതാണ് ഒരാള് ചൈനീസ് അവിടെ ഇരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യടാ, ഡിലേ ആക്കല്ലടാ, സ്റ്റാർട്ട് ചെയ്യടാ. ഗെയിം എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അകത്ത് ആരുമില്ല. ഇനി ആരാ ഉള്ളത്? സ്റ്റാർട്ട് ചെയ്യുന്നേ. അടുത്ത കളി കൂട്ടാ. ഇപ്പൊ നിങ്ങളെ റോളല്ല. റോൾ എങ്ങനെ കാണാൻ പറ്റും? റോള് മിണ്ടരുത്. റോള് പറയരുതേ ആരും. You are the Inquisitor. ഇൻക്വിസിറ്റർ ഇതെന്താ സംഭവം? മനസ്സിലാവുന്നില്ല. എല്ലാരും റോൾ എന്താണ് അണ്ണാ? റോൾ എന്താണ് പറയണേ? എല്ലാം അറിയണം എനിക്ക്. വേണ്ട മച്ചറി ബ്രോ, അവന്റെ PC-ൽ അത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് വാ. അവന്റെ വീട്ടിലെ നെറ്റ് ഒന്ന് കണക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇതാക്കിയിട്ട് അവനെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ. അവനും കൂടെ വെച്ച് കളിക്കാം. ഹലോ ഇതെന്ത്? ഹലോ ഞാൻ പറയുന്ന കേൾക്കാവോ ആർക്കെങ്കിലും? ഇതെന്താ? സ്പേസ് സെലക്ട്.
ഓക്കെ. പെട്ടെന്ന് പെട്ടെന്ന് ടാസ്ക് ഒക്കെ ചെയ്താ നമുക്ക് പുറത്തോട്ടുള്ള ഡോർ എന്റെ കൂടുള്ളവരൊക്കെ എന്ത് ചെയ്യടാ? ഞാൻ പറയുന്ന ആർക്കെങ്കിലും കേക്കാവോ? ഹലോ ഹലോ എടാ കേക്കാവോ? അണ്ണേ ഹൈവേ കേക്കാവോ? ഇതെന്താ ചെയ്യണ്ട ഞാൻ? അണ്ണന്റെ റോൾ എന്താ ഞാൻ കേക്കട്ടെ, ആരോടും പറയത്തില്ല. ഇല്ല ഞാൻ പറയത്തില്ലടാ, എനിക്ക് അറിഞ്ഞൂടാ. അണ്ണ എന്റെ റോൾ എന്താന്നറിയോ? എന്റെ മറ്റേതാ. നീയാണോ ആൾക്കാരെ കൊല്ലുന്നത്? അല്ല ഞാനല്ല, ഇവനാ വില്ലുമോന്റെ മോനാണ്ട, ഇവനെ കണ്ടാ അറിയാ. ഇതൊക്കെ എന്താ നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്? എനിക്കൂടെ പറഞ്ഞ അണ്ണ ഇങ്ങോട്ടോ വന്ന ഇവിടെ മേടിക്കും നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ. ചന്ദ്ര ഇതെന്ത് പറയാലോ? ചന്ദ്ര എല്ലാരും ഇത് എങ്ങോട്ട് ഓടി? എല്ലാരും ഹലോ ഞാൻ ഹാൻസ് വാസ് എക്സിക്യൂട്ടഡ്. ഹാൻസാ ചന്ദ്രനെ കൊന്നുകളഞ്ഞ്. അണ്ണ ചന്ദ്രനെ പ്ലാച്ചി. ചന്ദ്രനെ ആരോ പ്ലാച്ച് അണ്ണൻ ചന്ദ്രനെ പ്ലാച്ചി. ആരാ പ്ലാച്ച് ചെയ്ത്? അണ്ണ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ സെർച്ചിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് സെർച്ച് ചെയ്യാം. അന്ന് ആരെയും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ചന്ദ്രൻ അണ്ണ ഡൗട്ട്. ആ രഘുൽ വിയപ്പിന് എനിക്ക് സംശയമുണ്ട്. അവൻ ഇതുവരെ ഒന്നും വെയിറ്റ് ചെയ്യണം. കോച്ചൊന്നും ഇവിടെ കിടന്നേ, കോച്ചൊന്നും ഇവിടെ കിടന്നേ, ഒന്നിവിടെ കിടന്നേ, കോച്ചൊന്ന് കിടന്നേ, കിടക്ക് ഇവിടെ, കിടക്ക് ഇവിടെ, കിടക്ക് ഇവിടെ കിടക്ക്, ഇവിടെ കിടക്ക്, കിടക്ക് ഇവിടെ കൂട്ടിട്ടടിക്കുവേ, പെരുന്നാളടി അടിക്കുവേ, കിടക്ക്. അണ്ണാ ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യാം. ഞാൻ സെർച്ച് ചെയ്യട്ടെ ഒരു മിനിറ്റ്. ഇത് കോച്ച് റിയൽ ലൈഫിലെ സെയിം. അണ്ണ വെയിറ്റ് ചെയ്ത് അവിടെ കിടക്ക്, കോച്ച് കിടക്ക്, നീ കിടക്ക്, നാക്ക എന്താ നോക്കറ കോച്ച് അവിടെ കിടക്ക്. അണ്ണ കോച്ച് തന്നെ, അണ്ണ കോച്ച് കിടക്കുന്നില്ല. കോച്ച് തന്നെ എവിടെ കിടക്ക്, 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 കിടക്ക്. എടാ നീ തോക്കെടുത്തടാ. ഇന്നസെന്റ് അണ്ണ, ഇന്നസെന്റ് അണ്ണ. എന്ന് പോയി. ഹലോ അണ്ണ ഈ മന്ദാരത്തിന് എനിക്ക് ഗഡിന് ഒരു സംശയം. ഇല്ലേ ഇവിടെ എടാ ഹലോ ഹലോ നിന്റെ കളികളുടെ സുഖം എനിക്ക് മൂത്ര രഘുലേ പിടിച്ചോണ്ട് പന്നി കളഞ്ഞായിട്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ കോച്ചിങ് വന്ന നമുക്ക് കേൾക്കാൻ പറ്റും. ഞാനിവിടെ കൂട്ടിലാണെങ്കിൽ ഇരിക്കാനാണ് എന്തിനാണെന്ന് പറഞ്ഞോണ്ട് നിന്നെ ആദ്യമേ എന്റെ മുന്നിലിട്ടാ നിന്നെ ഫ്ലാച്ച് ചെയ്ത് ഞാൻ കണ്ടു. നിന്നെ കൈകൊണ്ടെടുത്ത് ഞാൻ വിചാരിച്ച് കണ്ടല്ലേ കുണ്ണെ, ഞാൻ വിചാരിച്ചു നീയാണ് എന്നെ കൊണ്ടുപോയെന്ന്. കാരണം നീയാണ് പ്രേതം വിചാരിച്ചിരുന്നത്. എനിക്ക് അറിയില്ല, കേൾക്കാൻ നല്ല രസമുണ്ട്. ഉണ്ടല്ലേ എടാ ഗഡി നിന്നെ എന്റെ ബലേറെ സംശയം സ്നൈപ്പാണ്. മിഷൻ ചെയ്ത രക്ഷപ്പെടുവാടാ.
എന്നടാ മേടിക്കുന്നു സ്നൈപ്പ് ഞാൻ ചന്ദ്ര സ്നൈപ്പാണടാ ആള്. പ്രിയ പ്രിയ പറഞ്ഞു വന്നേ സമയം തെറ്റിയിട്ട് അളിയ ബാല ഞാൻ മിമിക്കാൻ ബാല ഞാൻ മിമിക്കാടാ എനിക്ക് നിന്റെ അഭിനയം കണ്ടിട്ട് ചെറിയ വെയിറ്റ് ഞാൻ വാസോണ്ടിന്റെ റോൾ എടുക്കാം വെയിറ്റ് നീ വലിയ ഇപ്പൊ മിമിക്ക് റോൾ എടുക്കുന്ന എനിക്ക് വേണ്ടി നോക്കിക്കോ മിമിക്ക് റോൾ എടുക്കും പോരെ കോപ്പിയുടെ റോൾ ആ ഞാൻ മിമിക്കാണ് കണ്ട അളിയ 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 ആരെ കൊണ്ടുപോയി അളിയ കോച്ചിനെ പിടിച്ച് കോച്ചാണെന്ന് തോന്നട്ടെ ആള്. അല്ല കോച്ചിനെ പിടിച്ചതായത് ആ, ദേ, 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 ഇതാരും സ്പെക്ക് ചെയ്യണ ഇപ്പൊ. കോച്ചിന് സ്പെക്ക് എടാ അവനാണ് ആള്. വില്ലുമോൻ. ആണാ? വില്ലുമോനാണ് ആള്. വില്ലുമോൻ. നീ എന്റെ കോച്ചിനെ സ്പെക്ക് ചെയ്തേ പന്ന കഴിവേറി. നീ കോച്ചിനെ സ്പെക്ക് ചെയ്തേ നീ ഇതാരെയാ പണ്ടിയെ? കോച്ച് ഒളിച്ചിരിപ്പുണ്ട് അവിടെ. കോച്ച് രക്ഷപ്പെട്ടോ? ഹലോ ഗായ്സ്, എവിടെയുണ്ട് എല്ലാരും? എന്നെ ആരെ കൊന്നടാ? എടാ റെഗുലർ നിന്റെ വില്ലുമോനെ പണ്ടിയെ. വില്ലുമോനെ കള്ളൻ. ഹായ് രഘുൽ, സുഖല്ലടാ? ഹായ് രഘുൽ, എന്നാ ഉണ്ട് വിശേഷങ്ങൾ? സൂപ്പർ. അവിടെ സ്വർഗത്തിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാരും. പക്ഷെ ഡ്രീമർ എവിടെ ഇരിക്കുന്നു? ഡ്രീമർ ഞാൻ മരിച്ചു. എന്നെ പ്രത്യേക തരത്തിൽ ഒരാളത് വക്കിക്കൊണ്ട് ഇവിടെ എന്റെ അമ്മ, അവന്റെ അഭിനയം നോക്കിയടാ. വില്ലുമോന്റെ അഭിനയം നോക്കിയാട്ടെ. നിന്നെ എനിക്ക് സംശയമുണ്ട് പക്ഷെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകുന്നില്ല മിഷീനൊന്നും തീർക്കട്ടെ നിന്നെ ഞാൻ ചെയ്യും നീ വാ എടാ അപ്പൊ ഇവര് പിടിക്കുമ്പോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലടാ. പഴയ നമ്മുടെ അച്ഛനല്ലേ പിടിക്കാൻ പറഞ്ഞ രക്ഷപ്പെട്ടോണേ. അങ്ങനല്ല, കാട്ടുമാക്ക് ഈ ഞെക്കുന്ന എന്തോ ഒരു ഓപ്ഷൻ കാണിച്ചായിരുന്നടാ. ആ ഈ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അവനെ ഇടിക്കാൻ പറ്റും. അവൻ ഇടിച്ചെന്ന് രക്ഷപ്പെടാൻ വഴിയൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ കളിക്കുന്നത്. അതെ അതെ, അടുത്ത റൗണ്ട് ആവുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ആവും. ഇതില് ഈ ടോർച്ചാണ്. ടോർച്ച് വരുമ്പോ മറ്റേ സാരികളെ ആരെ പിടിച്ച് വില്ല് എവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. മൗസിൽ റൈറ്റ് ബട്ടൺ ഞെക്കി POV മാറ്റ്. സംസാരം കണ്ടോ ഒന്നും അറിയാത്ത പോലെ. അളിയാ ഇതാ അളിയ എന്നെ കണ്ണ് കാണുമല്ലേ സോംബീന്? അളിയ നമ്മള് മൂന്നുപേര് തന്നെ ചത്ത്. നമ്മൾ അന്നേരം ഒളിച്ചിരിക്കണം കേട്ടാ. ഇവൻ ഇതിങ്ങനെ രണ്ടുപേരല്ലേ? രണ്ടുപേരും ആരൊക്കെ? ഇവനും കയറ്റി അളിയാ, സാധനത്തില് കയറ്റി. എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും? അവിടെ പടുത്തിരുന്നാ വിട്ടുപോയിട്ട് പടുത്തിരുന്നല്ലേ? പടുത്തിയല്ല. ഈ നിന്നെ ആരാ? ഹലോ. നൈനെ ആരാ? ഹലോ നൈനാര്? ഇപ്പൊ നീ അല്ലല്ലോ, ഉറപ്പല്ലേ? ഞാൻ നിന്റെ മേത്ത് ട്രാക്ടർ വെച്ചിട്ടുണ്ട്. ആ നീ വെച്ച നൈനാര്? മന്ദാരോ ഗഡിയാണടാ. ഇവർ രണ്ടുപേരുമാണ് ഈ സാധനം. അളിയാ നൈനാണ് ഒരു ഗോസ്റ്റ്. മിണ്ടല്ലേ. അല്ല, എന്റെ അകത്ത് സ്നൈപ്പർ ട്രാക്കർ വെച്ചിട്ടുണ്ട്. സ്നൈപ്പാണ് നിനക്ക് അറിഞ്ഞോടാ. എന്റെ അകത്ത് ട്രാക്കർ വെച്ചിട്ടുണ്ട്. ഹലോ എടാ ബാല, ഞാൻ പറഞ്ഞ പോലെ ഈ ലൈറ്റ് ട്രാപ്പിന്റെ അടുക്ക് നിക്ക്. ഇത് അടിച്ചോളൂ. ഞാൻ അടിച്ചു പോയാ? ഞാൻ ഉണ്ടാ എടാ ഒന്നും മിണ്ടാതിരിയടാ രഘുലെ അളിയാ. എടാ മന്ദാരമാണ് ബാല, മന്ദാരമാണ്. അതെങ്ങനെ ഒരു പൊക്കി? കണ്ട രണ്ട് അമ്മമാരോട് ഒരുമിച്ച് നിക്കുക കേട്ടാ. അളിയാ കൊന്നളിയാ. ആരെ? കൊന്നളിയാ. സ്നൈപ്പിന് കൊന്നടാ.
റീലോഡൊക്കെ സോംബി ആയിരുന്നു കേട്ടോ. ഇതെന്താ മല്ലു വൈദറിന്റെ പണ്ണി. വെൽക്കം 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 വെൽക്കം. ആരാണ് ശരിക്കുള്ള കള്ളൻ? മന്ദാരവും സ്നൈപ്പും അല്ല ഗഡി 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 സ്നൈപ്പല്ല, കൊള്ളന്മാര്. ആ മന്ദാരം ഇനി സ്നൈപ്പ് മാത്രമേ ഉള്ളൂ ജീവനോടെ. അയ്യോ അവനെ വെടിവെച്ചൊന്ന്. ആര് സ്നൈപ്പില്ല? സ്നൈപ്പുണ്ട്, സ്നൈപ്പുണ്ട്. അയ്യോ കൊന്നില്ലേ? അയ്യോ പാവത്തിനെ വെടിവെച്ചൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. നീയാണോ വെടിവെച്ചേ? പിന്നെ ഞാൻ വിളിച്ച അവനായിരിക്കുന്നത്. അവന്റെ അഭിനയം കണ്ടപ്പോ ഞാൻ വിളിച്ച അവനായിരിക്കുന്നു. സ്നൈപ്പ് അല്ലാതെ അവൻ ഇച്ചിരി ഓവർ ആക്ട് ചെയ്തേ ഉള്ളൂ. ആ ഞാൻ നോക്കിയപ്പോ അനാവശ്യമായിട്ട് ട്രാക്കറൊക്കെ കൊണ്ടുവെക്കണം. അപ്പോഴേ പിടിച്ച് കള്ളനകത്ത് കളിച്ച്. ഇപ്പൊ ഗണ്ണാരുടെ അടുത്തിരിക്കുന്നു. ഗണ്ണ് സോംബിനടുത്ത് കേട്ടാ. ഒരുത്ത എടാ നമുക്ക് ഒളിക്കാനൊന്നും പറ്റത്തില്ലടാ. നമുക്ക് പറ്റും. അല്ല ഇതിനകത്ത് എസ്കേപ്പ് ഓപ്ഷൻസ് കൂടെ പറയടാ, എന്നാലും നമുക്ക് ഗെയിം എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ. അതാണ് കൊറേ സംഭവം ഉണ്ട്, പക്ഷെ എല്ലാം ഞാൻ മറന്നുപോയി. ആണ് ഇങ്ങനെ കൊറേ സാധനം ചെയ്യാൻ പറ്റും. മാറ്റോ നല്ല എക്കോ 3D സൗണ്ട് മാറ്റാനൊന്നും പറ്റൂലടാ. അതങ്ങനെയാണ് 3D സൗണ്ട് ഒക്കെ ഡിസേബിൾഡ് എന്റെ ഓഫാ. 3D ഹെഡ്ഫോൺസ് കൊണ്ടാ ടാസ്ക്. ഇവര് സംസാരിക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റൂലേ? ക്യാമറ കൊണ്ട് എസ്കേപ്പ് ആവാം. അവനെ പെട്ടെന്ന് കാണാൻ പറ്റും. സ്നൈപ്പിന്റെ താക്കോല് കിട്ടി. സ്നൈപ്പ് രക്ഷപ്പെടും. ഇനി അവിടെ അൺലോക്ക് ആക്കി പോയാൽ മതി. എസ്കേപ്പ് അൺലോക്ക്ഡ്. ഇൻസ്പെക്ടഡ് വിന്ന്. ഓ ഓക്കെ. അപ്പം നിക്ക് ഞാൻ പറയാം. കണ്ട കള്ളന്മാര് രണ്ടുപേര്. അപ്പൊ ഇവന്മാര് പിടിച്ച് കൊല്ലുന്നതിന് മുമ്പ് താക്കോല് കണ്ടുപിടിക്കുക, തുറക്കുക, പോവുക. അതാണല്ലേ ടാസ്ക്, അതാണല്ലേ നമ്മൾ ചെയ്യേണ്ടത്.